ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള ഒരു RCCB ട്രിപ്പിംഗ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ വന്നത്. അത് നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാ ടെക്നിക്കലായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ പോലും നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഇൻസുലേഷൻ ടെസ്റ്റ്, അതുപോലെ ക്ലാമ്പ്, അതേപോലെ പൊളാരിറ്റി, അതുപോലെ ഒരു സാധാ ബൾബും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. നമ്മുടെ മീറ്ററും കാര്യങ്ങളെല്ലാം ഇരുന്നാൽ പോലും നമ്മൾ ഈ ബൾബ് കൊണ്ടാണ്, അതായത് ഒരു 100 വാട്ടിൻ്റെ സാധാ ബൾബാണ് നമ്മൾ എടുത്തേക്കുന്നത് കണ്ടില്ലേ. ഒരു ഹോൾഡറിൻ്റെ അകത്തിട്ട് അതുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലൈനുകളിലെല്ലാം ഓഫാക്കി ഈ RCCB മാത്രം സപ്ലൈ ഉണ്ട്. അതിൻ്റെ ഇന്ന് വരുന്ന ഭാഗത്തെ ഫേസും ന്യൂട്രും ആയിട്ടാണ് നമ്മളിപ്പോൾ ഓരോന്ന് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസും നമ്മൾ ഈ അഴിച്ചിട്ടേക്കുന്ന ഓരോ ന്യൂട്രുമായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുകയാണ്. അതായത് ഔട്ട് പോകുന്ന ന്യൂട്രുകളാണ്, റൂമുകളും സിറ്റ് ഔട്ട്, ഹാള് എന്നിവയിലോട്ടൊക്കെ പോകുന്ന ന്യൂട്രുകളാണ് ഈ മേളിൽ അഴിച്ചിട്ടേക്കുന്നത്. അതിൻ്റെ അകത്താണ് ഈ ഫേസ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ട കത്തി, എവിടെയോ ന്യൂട്രൽ ഗ്രൗണ്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് നമുക്കൊരു ഹോൾഡറും ബൾബും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ മെഷീൻസ് നമ്മൾ കൊണ്ടുപോകേണ്ട മീറ്ററും കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട കാര്യം വരത്തില്ല. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ഈ വയർ കണ്ടില്ല, ഒരു ബ്ലാക്ക് ടേപ്പ് അടിച്ച് നമ്മൾ ഇട്ടതാണ്, എന്നിട്ട് ആ ബാറിലോട്ട് കൊടുത്തു വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലൊരു ബൾബ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതുകൊണ്ടും വാല്യൂ ചെക്ക് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്തില്ല എന്നല്ല. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് എല്ലാവർക്കും മീറ്ററും കാര്യങ്ങളും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു ഇലക്ട്രീഷ്യനായ സാധാരണ ഒരാൾക്കും നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ന്യൂട്രൽ വരുന്നത് ദാണ്ട് ഇവിടെ വന്നിട്ട് നേരെ അത് സിറ്റ് ഔട്ടിലാണ് വരുന്നത്. കണ്ടില്ലേ, ഈ സിറ്റ് ഔട്ടിലാണ് ഇവിടുന്നാണ് വരുന്നത്. ഇനി ഇവിടുന്നാണ് അത് വെളിയിലോട്ട് പോകുന്നത്. അപ്പം ആദ്യമേ നമ്മൾ വിചാരിച്ചിരുന്നത് ഇതിൻ്റെ സീലിങ്ങിൻ്റെ അകത്താണെന്ന്, ജിപ്സമൊക്കെ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ അകത്തോട്ടല്ലായിരുന്നു. നേരെ ദാണ്ട് ഇത് തൊട്ട് താഴോട്ടാണ് പോകുന്നത്. അത് നേരെ വരുന്നത് ഇവിടെ വരുന്ന ഒരു ബെൽ സ്വിച്ച് ഉണ്ട്, കണ്ടില്ലേ, ഈ ബെൽ സ്വിച്ചിൻ്റെ ന്യൂട്രലോട്ടാണ് അത് നേരെ വരുന്നത്. ഇവിടുന്ന് ഒരെണ്ണം കയറുന്നത് നേരെ അണ്ടർഗ്രൗണ്ടായിട്ടാണ് മാറുന്നത്. ഈ ഒരു നീല വയർ നേരെ താപ്പോട്ട് പോകുന്നത് അണ്ടർഗ്രൗണ്ടാണ്. അത് നേരെ പോകുന്നത് അങ്ങ് ഔട്ട്സൈഡ് ഗേറ്റിലോട്ടാണ് പോകുന്നത്, താഴോട്ട് പോകുന്ന ഔട്ട്സൈഡ് ഗേറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിങ്ങനെ താഴോട്ടാണ് കിടക്കുന്നത്, ഗ്രൗണ്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഗേറ്റ് ലൈറ്റിൻ്റെ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കണം. അവിടെ എവിടെയാണ് ന്യൂട്രൽ ഗ്രൗണ്ട് ആവുന്നത് നമുക്ക് നോക്കാം. ഈ ഗേറ്റ് ലൈറ്റ് നമ്മൾ അഴിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത്. അതുകൊണ്ട് ഈ ഗേറ്റ് ലൈറ്റിൻ്റെ സ്ക്രൂ, അതായത് നമ്മൾ കണ്ടില്ല, ഈ സ്ക്രൂ ഈ ന്യൂട്രൽ വയറിൻ്റെ അകത്ത് കയറി ജാമായിരുന്നതാണ്. അപ്പോൾ നല്ലൊരു മഴയുള്ള സീസണും കൂടെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഈ സ്ക്രൂ നേരെ വന്ന ആ വയറിൻ്റെ അകത്ത് കയറി തുളഞ്ഞിരുന്നതാണ്. ആ പൈപ്പിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്യുന്ന ഭാഗത്ത് ആ സ്ക്രൂ ടച്ച് ആയിരുന്നതാണ് ഇതിൻ്റെ എല്ലാം പ്രോബ്ലം ആയത്. അങ്ങനെ നമ്മൾ അതങ്ങ് സോൾവ് ചെയ്തു. അത് നേരെ ഡയറക്റ്റ് മാറ്റിയിട്ട്, അതായത് അത് കട്ടിങ് മാറ്റിയിട്ട് നമ്മളല്ലാതെ കൊടുത്തിട്ട് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും അഴിച്ചു വിട്ട ഓരോ ന്യൂട്രലുകളും നമ്മൾ പിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെല്ലാം നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അപ്പുറത്ത് നമ്മൾ ഊരി വിട്ടതെല്ലാം നമ്മൾ ഇതേപോലെ ജോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എല്ലാ സ്വിച്ച് ബോർഡും അഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. ഇൻസുലേഷൻ ടെസ്റ്റ് അടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാവും. പക്ഷേ ഇൻസുലേഷൻ ടെസ്റ്റൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ നമ്മൾ ആ ന്യൂട്രും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു വയറാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയത്. കാരണം ന്യൂട്രൽ പ്രശ്നമായിട്ടുള്ള ഗ്രൗണ്ടായി മാറിയത് മാത്രമാണ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഈ ബൾബ് എടുത്ത് തന്നെ ഇപ്പം ഫേസും ന്യൂട്രും ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ഫേസ് ന്യൂട്രൽ ടച്ച് ചെയ്തപ്പോൾ ഓക്കെ ആയി. ഇനി ഫേസും അതേപോലെ നമ്മൾ നേരത്തെ ഊരി മാറ്റി വെച്ച ന്യൂട്രൽ ഉണ്ടല്ലോ ഔട്ട് സൈഡിലോട്ട് പോകുന്നത്, അത് നമ്മളൊന്ന് കണക്ട് ചെയ്തു. അതേപോലെ ഇപ്പോൾ എർത്തി കൊടുത്തപ്പോൾ എർത്തും പക്കയാണ്. അപ്പം ഇപ്പോൾ ന്യൂട്രൽ ഗ്രൗണ്ട് ആവുന്നില്ല. അല്ലാതെന്നുണ്ടെങ്കിൽ ആ ന്യൂട്രൽ ബാറി നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ MCBയും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് വേണം. മെയിൻ സപ്ലൈ ELCB മാത്രം മതി, അതിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഊരിവിട്ട കണക്ഷൻ എല്ലാം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിന്നെല്ലാം നമ്മൾ ഇവിടെ നിന്നെല്ലാം ഊരിവിട്ടേന്നല്ല, നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇവിടെ ഇരുന്നത് നമ്മൾ മില്യൻ്റെ ഒരു RCCB ആയിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ പൊളാരിറ്റി അടിച്ച് നോക്കിയപ്പോൾ തന്നെ വാല്യൂ തീരെ കുറവായിട്ടാണ് വന്നത്. അങ്ങനെയാണ് നമ്മൾ സ്നൈഡർ ചേഞ്ച് ചെയ്തത്. നമ്മുടെ ഇത്രയും മീറ്ററും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും നമ്മൾ ഈസിയായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ കാണിച്ചത് ഈ ബൾബ് കൊണ്ടാണ്. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും നമുക്ക് ഈ മീറ്റർ കാര്യങ്ങളൊന്നും കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും ഇതേപോലെ ഒരു ഹോൾഡറും ബൾബും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും
ഒന്ന് കണക്ട് ചെയ്യാൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ പുതിയ RCCB വെച്ചിട്ടാണ് ഇപ്പം ചെക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു സമ്മേഴ്സിബിൾ പമ്പുണ്ട്, അതായത് വെള്ളത്തിടുന്ന പമ്പിന് ചെറിയൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത് സെപ്പറേറ്റ് അത് ഒരു MCV ആയിട്ട് നമ്മൾ അത് ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു MCV ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട്, അതിനകത്തോട്ട് ചേഞ്ച് ചെയ്തിട്ട് ന്യൂട്രൽ ഡയറക്റ്റ് ആക്കി വെച്ചു. അപ്പോൾ MCV മാത്രമേ അതിൻ്റെ അകത്ത് ട്രിപ്പിംഗ് ആയിട്ട് നിൽക്കത്തുള്ളൂ, ബാക്കിയൊന്നും വരുത്തുമില്ല. അങ്ങനെ നമ്മൾ എല്ലാ സപ്ലൈയും ഓണാക്കിയിട്ട് നമ്മളൊന്ന് ചാൽവ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ ചാൽവ് ചെയ്ത് എല്ലായിടത്തും സപ്ലൈ എത്തിയിട്ടുണ്ട്. ഇതൊന്ന് വീണ്ടും ഒന്നും കൂടെ ടൈ അടിച്ച് നമ്മൾ ക്ലിയർ ചെയ്യാനുള്ളതാണേ. ഇപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ്. അങ്ങനെ നമ്മളെല്ലാം സപ്ലൈ എല്ലാം ഓണാക്കി നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റോളം നമ്മളിത് ഓണാക്കി ഇട്ടിരുന്നു. മൊത്തത്തിൽ തന്നെ ഫുൾ ലോഡിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ യാതൊരു കുഴപ്പവും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നൊന്നുമില്ല. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് നോക്കി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫുൾ ലോഡ് കണ്ടീഷൻ്റെ അകത്ത് എത്ര ആണെന്ന് നോക്കണം. അതായത് ഈ വീട് ഫുള്ളായിട്ട് നമ്മൾ ലോഡെല്ലാം ഓണാക്കി ഇട്ടതിന് ശേഷം പൊളാരിറ്റി അടിച്ച് നോക്കാം. നമുക്ക് 10 മില്ലി ആംപിയറിൻ്റെ അകത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. അതുപോലെ 15 മില്ലി ആംപിയറിൻ്റെ അകത്ത് ടെസ്റ്റ് ഒന്ന് അടിച്ച് നോക്കി, കുഴപ്പമില്ല. അടുത്തത് 20 മില്ലി ആംപിയർ, ഫുൾ ലോഡിൻ്റെ അകത്ത് 20 മില്ലി ആംപിയറിൻ്റെ അകത്ത് പൊളാരിറ്റി നമ്മൾ അടിച്ചു, അതായത് സോക്കറ്റ് പൊളാരിറ്റി നമ്മൾ നോക്കിയത്. അപ്പം ട്രിപ്പായിട്ടുണ്ട്, ഫുൾ ലോഡാണേ. അങ്ങനെ നമ്മൾ അതുപോലെ ഇനി ഇൻസുലേഷൻ ടെസ്റ്റ് ഒന്നും കൂടെ നമ്മൾ അടിച്ച് നോക്കുകയാണ്. എല്ലാത്തിനും വാല്യൂയും കാര്യങ്ങളും നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ്. നല്ല രീതിയിൽ തന്നെ വാല്യൂയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എല്ലാ ഒരു MCBകളും നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇതാണ് ലോഡാണ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്, എല്ലാത്തിനും നല്ല വാല്യൂ തന്നെ കാണിക്കുന്നുണ്ട്. 81, 85, 76 അങ്ങനെ വരുന്നുണ്ട്. 83, 100, 110, 123 അങ്ങനെ ലോഡ്. നമ്മളിത് പെട്ടെന്ന് നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇത് കാണിക്കുന്നത്. എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ വാല്യൂ ആണ് മൊത്തത്തിൽ കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ബൾബ് മാത്രവും അല്ല ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഇൻസുലേഷൻ ടെസ്റ്റും കൂടെ അടിച്ച് നോക്കുകയാണ്. അടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തുന്നത് തന്നെ. പക്ഷേ എങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ടൈ അടിച്ചൊന്ന് ക്ലിയർ ചെയ്യണം. കാരണം നേരത്തെ ഇങ്ങനെയൊന്നുമല്ല ഇരുന്നത്. ഇനി അതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇനി ഒന്ന് ചെയ്യാൻ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവസാനമായിട്ട് നമ്മുടെ ബൾബിൻ്റെ പരിപാടിയും കൂടെ ഒന്ന് കാണിക്കുവാണ്. ഫേസ് ടു ന്യൂട്രോ ഒക്കെ. ഇനി അടുത്തത് എർത്താണ് നോക്കുന്നത്. കേട്ടോ, എർത്തിന് യാതൊരു കുഴപ്പമില്ല, എർത്തും പക്കയാണ്. അതേപോലെ ഫേസ് ടു ന്യൂട്രലിൻ്റെ അകത്ത് നമ്മൾ കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും വീണ്ടും കുഴപ്പമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് അത് ബൾബ് കത്തിയാൽ ഇൻസുലേഷൻ ടെസ്റ്റ് അടിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇത് കാണിക്കുന്നത്. കാരണം പെട്ടെന്ന് നിങ്ങളിലോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് തുടങ്ങുന്നവർക്കും അതുപോലെ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നവർക്കും മനസ്സിലാവേണ്ടത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു ഇത് നിൽക്കുന്നവർക്ക് തന്നെ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. DBയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി, സ്വിച്ച് ബോർഡും കാര്യങ്ങളും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം വെച്ച് മുറുക്കി ക്ലിയർ ചെയ്തു. ഇവിടുത്തെയും നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്ക് ഇത് വലിയ കാര്യമില്ല. പക്ഷേ ഇതിനെപ്പറ്റി പഠിക്കുന്നവർക്ക് ഇതൊരു ഉപകാരപ്പെടുവാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം ചാനൽ